കേന്ദ്ര സർക്കാർ പൗരത്വം വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. വില്ലേജ് ഓഫീസർമാർ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം തഹസിൽദാർമാർ നൽകുന്ന ഫോട്ടോ പതിച്ച കാർഡായിരിക്കും ഇത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം എക്കാലത്തും ഉപയോഗിക്കാവുന്ന ആധികാരികവും നിയമ പിൻബലവുമുള്ള നേറ്റിവിറ്റി കാർഡ് സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കാനാകും. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുന്നയാളാണെന്നും സ്ഥിര താമസക്കാരനാണെന്നും ആരുടെ മുന്നിലും ഒരാൾക്ക് അനായാസം തെളിയിക്കാൻ കഴിയണം. ആരും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലവുമുള്ളതുമായ രേഖ അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത്തരമൊരു രേഖ എന്ന നിലയിലാണ് നേറ്റിവിറ്റി കാർഡ് ആവിഷ്കരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല. പല ആവശ്യങ്ങൾക്ക് പലതവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു. ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട്. നേറ്റിവിറ്റി കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇതിന് നിയമപ്രാബല്യം നൽകാനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.